നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തോടൊപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പ്രഖ്യാപനത്തിന് 3 ആഴ്ചകൾ തികച്ചില്ല. പക്ഷേ അവിടങ്ങളിലൊന്നും ഇത്രയും തെരഞ്ഞെടുപ്പ് ചൂടായിട്ടില്ല. എന്തിന്? പശ്ചിമബംഗാളിൽ പോലും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോലെ വക്കീൽ കൂട്ടുമിട്ട് കേരളത്തിൽ നിന്നാരും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും കേരളം പൊള്ളാൻ തുടങ്ങിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടല്ല, തെരഞ്ഞെടുപ്പ് ചൂട് കൊണ്ടാണ്. ഈ ചൂടിൽ ഹരം കൊള്ളുന്ന ഒരു വിഭാഗമുണ്ട്. അത് മറ്റാരുമല്ല, ഇവിടുത്തെ മാധ്യമങ്ങളാണ്. സാധാരണ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ചൂട് അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ മാധ്യമങ്ങൾക്ക് അതല്ല. പപ്പടം പൊള്ളിക്കുന്നത് പോലെ പൊള്ളിച്ചെടുക്കുന്ന വാർത്തകളിൽ മനം മടുത്ത് ജനങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അകലുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ മാധ്യമങ്ങൾ ആയുധമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടാണ്. ബാർക്ക് റേറ്റിംഗിൽ കൂപ്പുകുത്തി വീഴാതിരിക്കാൻ പലരും ആശ്രയിക്കുന്നത് തെരഞ്ഞെടുപ്പിനെയാണ്. അതുകൊണ്ട് മിനിറ്റുകൾ തോറും അവർ വാർത്തകൾ സൃഷ്ടിക്കുന്നു, റിപ്പോർട്ടുകൾ ചെയ്യുന്നു. വമ്പൻ മാധ്യമങ്ങളൊക്കെ ആഴ്ചകൾ തോറും സർവേകൾ നടത്തി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് NTV, ഇന്ത്യ ടുഡേ, മനോരമ എന്നിവരൊക്കെയാണ്. മാർക്കറ്റിലെ സ്വർണ്ണവില പോലെ സർവേ ഫലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെ കൂടാതെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും നിരന്തരം സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കോൺഗ്രസിന് വേണ്ടി സർവേ നടത്തുന്നത് സുനിൽ കനകോലുവാണ്. ഇതൊരു പാർട്ടി സർവേ ആയതുകൊണ്ട് യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഒടുവിൽ കനകോലു നടത്തിയ സർവേ UDFനെ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഏറെ ഉണ്ടെങ്കിലും അത് മുതലെടുക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല ജില്ലകളിലും LDFനേക്കാൾ പിന്നിലാണ് UDF. 4 ജില്ലകളിൽ കോൺഗ്രസിന്റെ നില ഭദ്രമല്ലെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളാണിവ. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ ജില്ലകൾ കോൺഗ്രസിനോട് ചേർന്ന് നിന്നെങ്കിലും മറ്റു ജില്ലകളിലൊന്നും മമത കാട്ടിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ കോവളത്ത് വിൻസെന്റും ആലപ്പുഴയിലെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ജയിച്ചതൊഴിച്ചാൽ വരും തെരഞ്ഞെടുപ്പിലും ഈ അവസ്ഥയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ UDFന്റെ കാര്യം പരുങ്ങലിലാകും. തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും അവസ്ഥയും ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ്. എന്നാൽ 4 ജില്ലകളിൽ UDF പിന്നിലാണെങ്കിലും ഇവിടങ്ങളിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ്. 2 ആഴ്ച മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു സർവേകളിൽ മുന്നിൽ. എന്നാൽ ഏറ്റവും പുതിയ സർവേയിൽ VD സതീശൻ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയേക്കാൾ 4% ജനപ്രീതി ഇപ്പോൾ സതീശനാണ് കൂടുതലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 18%, VD സതീശന് 22%. LDFൽ KK ശൈലജയേക്കാൾ വെറും 2% മാത്രമേ മുഖ്യമന്ത്രിക്ക് ജനപ്രീതി കൂടുതലുള്ളൂ. എന്നാൽ UDFലെ മറ്റു നേതാക്കളെക്കാൾ ഏറെ ദൂരം മുന്നിലാണ് VD സതീശൻ. കോൺഗ്രസിൽ നിന്ന് സതീശനെ കൂടാതെ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ശശി തരൂർ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മൂവരും ഏറെ ദൂരം പിന്നിലാണെങ്കിലും 2ാം സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഈ 3 പേരുടെയും ജനപ്രീതി ചിതറിപ്പോയതാണോ എന്ന് സർവേ സംശയം സമ്മാനിക്കുന്നു. 3 പേരുടെയും കൂടി വോട്ട് കൂട്ടിയാൽ സതീശൻ്റെ മുന്നിലെത്തുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. UDF ജയിച്ചു കഴിഞ്ഞാൽ ഈ ജനപ്രീതി കോൺഗ്രസിൽ ഒരു അധികാര വടംവലിക്ക് ഇടയാക്കിയേക്കാനിടയുണ്ട്. എന്നാൽ UDF ജയിക്കുക എന്നുള്ളത് ഇപ്പോഴും അത്ര എളുപ്പമല്ല. സർവേയിൽ UDF പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലായി 50 സീറ്റുകളുണ്ട്. ഇതിൽ 7 എണ്ണം മാത്രമേ ഇപ്പോൾ UDFന്റെ കയ്യിലുള്ളൂ. 43 എണ്ണവും LDFന്റെ പക്കലാണ്. ഇത് തിരിച്ചുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പകുതിയോളമെങ്കിലും തിരിച്ചുപിടിച്ചില്ലെങ്കിൽ UDFന്റെ കാര്യം പരുങ്ങലിലാകും. ഇതിലേറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. BJP ശ്രമിക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ഈ ജില്ലകളിലാണ്. തിരുവനന്തപുരത്ത് 4, ആലപ്പുഴയിൽ 2, പാലക്കാട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ 3 സീറ്റുകളും ഇതിൽപ്പെടുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിൽ പലയിടത്തും BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആണ്. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ UDFനാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര തന്നെ മുന്നിലെത്തിയിട്ടില്ല. ഇത് രാഷ്ട്രീയ നിരീക്ഷകന്മാരെയും കുഴപ്പിക്കുന്ന വസ്തുതയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇനി എന്ത് മാറ്റം സംഭവിക്കുമെന്നുള്ളത് ആർക്കും നിർവചിക്കാനാവാത്ത അവസ്ഥയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അവസ്ഥയും UDFന് നിലനിർത്താനാകുമോ? അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് തേരോട്ടം നടത്താനാകുമോ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാറ്റസ് LDF നിലനിർത്തുമോ? ഇവിടങ്ങളിൽ കോൺഗ്രസിംഗ് വോട്ടുകൾ ഉണ്ടാകുമോ? ഇവയൊക്കെയായിരിക്കും വിധിയെഴുത്തിൻ്റെ നിർണായക ഘടകമാകുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.